ട്രാവൽ വിത്ത് സിനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. ഏവരും സുഖമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മളുടെ വീഡിയോയ്ക്ക് മറ്റൊരു തലത്തിലേക്കാണ്, അല്ലെങ്കിൽ മറ്റൊരു തലത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. കാരണം എപ്പോഴും ഒരേ ട്രെൻഡിലുള്ള വീഡിയോ അല്ലെങ്കിൽ ഒരേപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു ഇച്ചിരി എന്താ പറയുക, ഒരു അസ്വാരസ്യമുണ്ടാകും അല്ലേ, അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഒന്ന് ബോറായിട്ട് നമുക്ക് തോന്നിയാലോ. അതുകൊണ്ട് ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം എനിക്ക് അറിയാൻ പറ്റിയ, മനസ്സിലാക്കാൻ പറ്റിയ, നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വ്യത്യസ്തമായ കാര്യം ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യണം. എല്ലാവർക്കും ഇതിൻ്റെ ഫലം എല്ലാവർക്കും ലഭിക്കട്ടെ. അത്രയേറെ റിസൾട്ടുള്ള ഒരു കാര്യമാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. കോട്ടയം ജില്ലയിലെ പാലായുടെ അടുത്തുള്ള, അതായത് പാലായ്ക്കും പൊൻകുന്നത്തിനും ഇടയ്ക്കാണ് പൈക എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ പാലായിൽ നിന്ന് വരുമ്പോൾ ആദ്യം പൈകയാണ്, പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ എലിക്കുളം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ആ എലിക്കുളത്തിനടുത്ത് അമ്മിണിയാൻറ്റി എന്ന് പേരുള്ള ഒരമ്മ താമസിക്കുന്നുണ്ട്. എല്ലാവരും അമ്മയെ അമ്മിണിയാൻറ്റി എന്നാണ് വിളിക്കുന്നത്. അമ്മിണി എന്നാണ് അമ്മയുടെ പേര്, അമ്മിണിയാൻറ്റി എന്നാണ് വിളിക്കുന്നത്. വയസ്സ് 72 വയസ്സുണ്ട്. അപ്പോൾ ഈ അമ്മിണിയാൻറ്റിയുടെ ജീവിതത്തിൽ ധാരാളം പ്രത്യേകതകളുള്ള ഒരു അമ്മയാണ് ഈ അമ്മിണിയാൻറ്റി എന്ന് പറഞ്ഞ ഈ അമ്മ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എലിക്കുളത്ത്, പൈക കഴിഞ്ഞ് എലിക്കുളത്ത് അമ്മയെ കാണുവാനായിട്ടും അമ്മയുടെ വിവരങ്ങൾ അറിയുവാനായിട്ടും അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളിലേക്ക്, അമ്മയുടെ ജീവിതം എന്താണ് എന്ന് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുവാനായിട്ടൊക്കെ ആയിട്ടാണ് ഞാനിവിടെ പോയത്. അപ്പോൾ ആ കാര്യം ഞാൻ പിന്നീട് ഞാൻ പറയാം. ഇപ്പോൾ എനിക്ക് അവിടെ ചെന്നപ്പോൾ എനിക്ക് കണ്ട ചില കാര്യങ്ങൾ, അതുമായിട്ട് മനസ്സിലാക്കിയ 1-2 കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ആ മുറ്റം നിറയെ പൂക്കളാണ്. നല്ല റോസാപ്പൂക്കൾ, എത്രയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരിവരിയായിട്ട് ചുമന്ന റോസാപ്പൂക്കൾ ഇങ്ങനെ വിടർന്ന് വിരാജിച്ച് വില്ലസിച്ച് നിൽക്കുകയാണ്. നമ്മൾ എന്താ ഒരു പറുദീസയിൽ ചെല്ലത്തില്ലേ നമ്മൾ? ഈ പറുദീസയിൽ റോസപ്പൂവാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു പറുദീസയിൽ ചെല്ലുന്ന രീതിയിലുള്ള ഒരു പ്രതീതിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. നിറയെ വെള്ളയും ചുവപ്പും റോസുമുള്ള നിറയെ റോസപ്പൂക്കൾ. അപ്പോൾ ഈ റോസപ്പൂക്കൾ കാണുമ്പോൾ, റോസപ്പൂവിനൊരു പ്രത്യേകത വെച്ചാൽ അത് നല്ല മുള്ളൊക്കെ ആണെങ്കിലും നല്ല സുലഭമാണ്, നല്ല മണമുള്ള റോസപ്പൂക്കളാണ്. അത് വള്ളി റോസയുണ്ട്, അല്ലാത്ത റോസയുമുണ്ട്. പക്ഷേ ഞാനവിടെ കണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വള്ളി റോസയിലൊക്കെ വെളുത്ത പൂക്കൾ, അല്ല റോസ് പൂക്കളാണുള്ളത്. ചെറിയ റോസുകൾ ധാരാളമായി നിരന്ന് മുറ്റത്തിന് ധാരാളം സൈഡുകളിൽ ഇങ്ങനെ ഒരു വലിയ ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആ റോസപ്പൂക്കളുടെ അടുത്ത് നിന്നിട്ട് അമ്മിണിയാൻറ്റിയോട് പറഞ്ഞ, അമ്മിണിയാൻറ്റി ഒന്ന് നിൽക്കുക, ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ, റിയൽ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടാണ്. അയ്യോ വേണ്ട മോനെ, മകൻ വഴക്ക് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയത്, ഞാനിങ്ങനെ സന്ദർഭവശാൽ പറയുകയാണ്, അമ്മിണിയാൻറ്റിയുടെ ജീവിതം അത്രമാത്രം വേദനാജനകമായിട്ടുള്ള, മക്കളെ കൊണ്ടൊക്കെ ആണെങ്കിലും മകൻ തനിച്ച് താമസിക്കുകയാണ്. എന്നിട്ടും ആ അമ്മയുടെ മനസ്സ് എനിക്കൊന്ന് വായിക്കാനായിട്ട് കഴിഞ്ഞു. കാരണം പിക്ചർ എടുത്തു കഴിഞ്ഞാൽ, അമ്മിണിയാൻറ്റിയുടെ പടം എടുത്തു കഴിഞ്ഞാൽ മകൻ വഴക്ക് പറയും, അല്ലെങ്കിൽ മകൻ എന്ത് തോന്നും എന്നുള്ള ആ രീതിയിൽ, അതുകൊണ്ട് അമ്മയെ ഫോട്ടോ എടുക്കണ്ട എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഫോട്ടോയൊന്നും എടുത്തില്ല. ഞാനപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മച്ചി എത്രമാത്രം എന്തോരം പൂക്കളാണ് ഇവിടെ ഉള്ളത്, ഇതെങ്ങനെയാണ് റോസിനകത്ത്, ഇത്ര കുഞ്ഞു റോസിനകത്തൊക്കെ ഇങ്ങനെ പൂക്കളുണ്ടാകുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, കൊച്ചിന് റോസയുടെ തണ്ട് വേണോ, കൊണ്ടുപോയിട്ടൊരു കുഞ്ഞു തണ്ട് കൊണ്ടുപോയിട്ട് നട്ടു നോക്കി, ഞാൻ പറഞ്ഞ പോലെ നട്ടാൽ മതി, ആ തണ്ടിനകത്ത് 20 ദിവസം കഴിയുമ്പോൾ റോസപ്പൂ ഉണ്ടാകും, അത് നല്ല തഴച്ചു വളരുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ കമ്പ് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് 20 ദിവസം കൊണ്ട് റോസപ്പൂ ഉണ്ടാകുന്നത്, അത് കുറേ സമയമൊക്കെ എടുക്കത്തില്ലേ പൂ കൊണ്ടാകാമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മിണിയാൻറ്റി പറഞ്ഞു, ഇല്ല, പോയി പരീക്ഷിച്ച് നോക്കിയോളൂ, കൃത്യം 20 ദിവസം കഴിയുമ്പോൾ അതിൽ പൂ ഉണ്ടായിരിക്കും, ഇതെൻ്റെ വാക്കാണ്, കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അമ്മിണിയാൻറ്റി കൊണ്ടുവന്ന ആ കമ്പ്, അമ്മിണിയാൻറ്റി ഒരു പ്രത്യേക രീതിയാണ് പറഞ്ഞു തരുന്നത്. ആ രീതിയിൽ നട്ടാൽ മാത്രമേ 20 ദിവസം കൊണ്ട് നമുക്ക് റോസാപ്പൂക്കൾ നമുക്ക് അതിനകത്ത്, ആ കമ്പിനകത്ത് ആ ചെറിയ തൈയിൽ ഉണ്ടായി വരികയുള്ളൂ. അപ്പോൾ ഞാൻ അമ്മിണിയാൻറ്റി പറഞ്ഞ രീതിയിൽ തന്നെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി. അതുപോലെ ഞാൻ ചെയ്തു. അത്ഭുതം കറക്റ്റ് എന്ന് പറഞ്ഞാൽ 17 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റോസയിൽ ഞാൻ നട്ട അമ്മിണിയാൻറ്റി തന്നെ കമ്പിനകത്ത് പൂവുണ്ടായി. ഞാനൊരു കുഞ്ഞൊരു പഴകിയൊരു കവറുണ്ടായിരുന്നു ഇവിടെ കിടന്ന്, ഒരു പാലിൻ്റെ കവറായിരുന്നു. ആ കവറിനകത്ത് ഞാൻ മണ്ണ് നിറച്ചിട്ട് അതിലാണ് ഞാൻ നട്ടത്. വേണ്ടേ, ഞാൻ നിങ്ങളെ അത് കാണിക്കാം. ഇത് കണ്ടോ, ഇതൊരു കുഞ്ഞ് റോസപ്പൂവിന് അത്ര വലിയ മുഴുപ്പൊന്നുമില്ല, പക്ഷേ എന്നിട്ട് കുഞ്ഞൊരു കമ്പാണ്. 2 കമ്പ് ഞാൻ നട്ടിരുന്നു. 2 കമ്പിലും റോസപ്പൂ ഉണ്ടായി, നന്നായിട്ട് വളർന്നു നിൽപ്പുണ്ട്. നല്ല രീതിയിലാണ് ഇത് വളർന്നിങ്ങനെ നിൽക്കുന്നത്. ഇത് കുഞ്ഞു ചെടിയാണ്, ഒരു കുഞ്ഞു റോസയാണ്.
അത്രയൊന്നുമില്ല. ഇതാണ് കുഞ്ഞു കമ്പ്. ഇതിന് വളർച്ച കണ്ടു കഴിഞ്ഞാൽ 17 ദിവസത്തെ വളർച്ച അത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഈ ചെറിയ കമ്പിനകത്ത് ഇങ്ങനെ നന്നായിട്ട് ഇത് ഇങ്ങനെ വളർന്ന് നമുക്കിത് കാണുന്നതിന് തന്നെ ഭംഗിയല്ലേ. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഞാനിതൊന്ന് താഴെ വെക്കട്ടെ. ചെയ്യണം. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞു റോസയുടെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ കട്ട് ചെയ്യുന്ന പൂ കൊണ്ടാകുന്ന ഭാഗമുണ്ട്, അത് ഇച്ചിരി നീട്ടിയും കട്ട് ചെയ്താൽ മതി. അതേ എടുക്കാവുള്ളൂ. അതാണ് ഏറ്റവും ഉത്തമമെന്നാണ് അമ്മണി പറഞ്ഞത്. അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഇത് ഞാൻ ഇതിനു വേണ്ടി തന്നെ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഏത്തപ്പഴം മേടിച്ച് പുഴുങ്ങി തിന്നതാണ്. അപ്പോൾ ഏത്തപ്പഴം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് കണ്ടോ, ഇത് പുഴുങ്ങിയ ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഏത്തപ്പഴം മേടിച്ച് പുഴുങ്ങി ആ തൊലി ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ്. ഇത് ഞാൻ രാവിലെ കഴിച്ചതിൻ്റെ എടുത്ത് വെച്ചതാണ്. ഇത് നമ്മുടെ മുട്ടത്തോട്. ഇതിന് വേണ്ടത് മുട്ടത്തോട്, ഏത്തപ്പഴത്തിൻ്റെ തൊലി, ഈ 2 സാധനങ്ങളും കണ്ടല്ലോ. ഇതാണ് ഇതിനകത്ത് വേണ്ടത്. പിന്നെ വേണ്ടത് നല്ല ചുമന്ന മണ്ണ്, സാധാരണ മണ്ണുണ്ടല്ലോ, ആ മണ്ണ്. അത് ഇച്ചിരി ഉണങ്ങിയ മണ്ണായിരിക്കണം. അത്രയും മണ്ണാണ് വേണ്ടത്. ഈ മുട്ടത്തോട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പൊടിക്കണം. നമ്മുടെ മിക്സിയുടെ ഏത് ജാറിനകത്തിട്ട് പൊടിക്കാം. അതിനകത്ത് 2 എടുക്കണം. ഇത് നന്നായിട്ട് പൊടിച്ച് പൗഡർ പോലെ നമുക്ക് കിട്ടും. പിന്നെ ആ മിക്സിയുടെ ബ്ലേഡ് ഉണ്ടല്ലോ, ആ ബ്ലേഡ് നല്ല മൂർച്ചയുള്ളതായിട്ട് മാറും. മിക്സിയുടെ ബ്ലേഡ് കുറേ നാൾ കഴിയുമ്പോഴത്തേനും മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ പോവുകയാണെങ്കിൽ അതിനകത്ത് ഇതുപോലെ മുട്ടത്തോടിട്ട് ഇങ്ങനെ അടിച്ചാൽ മതി. മുട്ടത്തോടിട്ട് അടിച്ച് വെക്കുമ്പോഴത്തേനും ആ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടും. അപ്പോൾ മുട്ടത്തോടിട്ട് നന്നായിട്ട് ഇത് അടിച്ച് പൊടിച്ച് എടുക്കുക. അപ്പം മിക്സിയുടെ ബ്ലേഡിന് മൂർച്ചയും കിട്ടും. നമുക്ക് നമ്മുടെ മുട്ടയുടെ അത് എത്ര മുട്ടത്തോടുണ്ടെങ്കിലും കുഴപ്പമില്ല. 4, 5, 6 എത്രയുണ്ട് നമുക്ക് പല പല ചട്ടിക്കത്താക്കി നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഏത്തപ്പഴത്തിൻ്റെ തൊലിയുണ്ട്. പഴുത്ത ഏത്തപ്പഴമാണെങ്കിലും പച്ച ഏത്തപ്പഴം, പുഴുങ്ങിയ ഏത്തപ്പഴമാണെങ്കിലും പുഴുങ്ങാത്ത ഏത്തപ്പഴമാണെങ്കിൽ ഇത് പുഴുങ്ങിയ ഏത്തപ്പഴത്തിൻ്റെ അതിൻ്റെ എടുക്കുക. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇച്ചിരി വെള്ളമോട് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് മാഷപ്പായിട്ട് അരച്ചെടുക്കണം. അത് അരച്ചെടുത്തതിന് ശേഷം ഈ 2 മിശ്രിതം ഉണ്ടല്ലോ, ഈ ഏത്തപ്പഴത്തിൻ്റെ ആ പൾപ്പും ഈ മുട്ടത്തോട് പൗഡറാക്കിയതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് രണ്ടായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. ഇത് രണ്ടും നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതാകണം. അപ്പം നമ്മൾ ഒരു ചെടി ഇപ്പോൾ നമുക്ക് ഒരു ഏത്തപ്പഴത്തിൻ്റെ തൊലിയും 2, 3 മുട്ടയുണ്ടെങ്കിലും കുഴപ്പമില്ല. അത് മതി. പക്ഷേ ഒരു ചട്ടിക്കകത്ത് നടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു സാധാരണ കുഞ്ഞു ചട്ടിക്കകത്ത് ചട്ടി വൃത്തിയാക്കി എടുത്തിട്ട് ചകിരിച്ചോറ് പിന്നെ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഇച്ചിരി നടിയിലിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ സാധാരണ ഉണങ്ങിയ ഇലയൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഉണങ്ങിയ ഇലയാണ് ഇട്ടിരിക്കുന്നത്. ഉണങ്ങിയ ഇല ഇടുക. എന്നിട്ട് നന്നായിട്ട് ചുമന്ന മണ്ണ്, നല്ല മണ്ണ്, നല്ല ബളബളാന്നുള്ള മണ്ണല്ല, നല്ല ഉണങ്ങിയ മണ്ണല്ല, ഇച്ചിരി ജസ്റ്റ് മണ്ണ് ഇച്ചിരി എടുത്തിട്ട് വെയിലത്ത് വെച്ചാൽ നിന്ന് ഉണക്കിയാൽ മതി. ഉണങ്ങിയ മണ്ണായിരിക്കണം. ജലാംശമൊന്നും അധികം കാണാൻ പാടില്ല. ആ മണ്ണോട് എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ആ മണ്ണ് ഒരു പോട്ടിനകത്ത് എത്രയാണോ മണ്ണ് ആവശ്യമുള്ളത് ആ മണ്ണ് എടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇതിനകത്ത് മൊത്തം മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ മേൽമണ്ണിനകത്ത് മാത്രമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുകയും ചെയ്യുക. നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ആ ചട്ടിക്കകത്ത് ഇങ്ങനെ നിറയ്ക്കുക. അപ്പോൾ ഈ മുട്ടത്തോടിൻ്റെയും ഈ വാഴപ്പഴത്തിൻ്റെയും മണ്ണിൻ്റെ ആ മിശ്രിതം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ നട്ടത്. അങ്ങനെ നടുക. അടിയിൽ ഇച്ചിരി ഒന്നുകിൽ ചകിരിച്ചോറ്, ആ വെള്ളത്തിന് അടിയിൽ നിന്ന് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആ ഉണങ്ങിയ ഇലയുടെ പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ചകിരിച്ചോറോ എന്തെങ്കിലും, അല്ലെങ്കിൽ കുഞ്ഞു കയറുണ്ടെങ്കിൽ അത് കട്ടിയിട്ട് എന്തെങ്കിലും അത് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തിട്ട് മണ്ണ് നന്നായിട്ട് ഉറപ്പിച്ചിട്ട് ഒത്തിരി വെള്ളമേ പാടില്ല, റോസിന് ഒത്തിരി വെള്ളമേ പാടില്ല. എന്നിട്ട് നമ്മൾക്ക് ഇത്രയുള്ള കുഞ്ഞു കമ്പാണെങ്കിൽ ആ കമ്പ് അവിടെ ഇങ്ങനെ നട്ട് കൊടുക്കുക. 1, 2 കമ്പ് അതിനകത്ത് കുത്തി ഇങ്ങനെ നട്ട് വെക്കുക. നട്ട് വെച്ചിട്ട് നമ്മൾ അതൊന്ന് ജസ്റ്റ് കുഞ്ഞൊരു നാമ്പ് പോലെ ഇങ്ങനെ മുള പൊട്ടി വരണമല്ലോ. അപ്പോൾ നേരെ കൊണ്ട് വെയിലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇത് കുഞ്ഞായിട്ട് നല്ല ഇപ്പോഴത്തെ വെയിൽ, കന്നിമാസത്തിലെയൊക്കെ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശക്തമായ വെയിലാണ്. നിങ്ങളിപ്പോഴാണ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് അങ്ങനെ വേണ്ട. വെയിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു പിന്നെ തണലത്തേക്ക് ഒന്ന് കൊണ്ട് വെക്കുക. മരച്ചുവട്ടിലോ എവിടെയെങ്കിലും കൊണ്ട് വെക്കുക. ഓർക്കണം, ഇത് വലിയ കട്ടിയുള്ള റോസക്കമ്പ് അല്ല വെക്കേണ്ടത്. റോസയുടെ മുകളിലുള്ള ആ കുഞ്ഞു കമ്പ് കണ്ടില്ലേ, ഇത് കണ്ടു, ഇത് കുഞ്ഞ് റോസയുടെ കുഞ്ഞിൽ ആ പൂവുണ്ടായ ആ കുഞ്ഞു കമ്പാണ് ഞാൻ നട്ടത്. അതിങ്ങനെ നട്ട് വയ്ക്കുക. നട്ട് വെച്ചാൽ ഒരു 4-5-6 ദിവസം ഇതിന് കുഞ്ഞൊരു മുള പോലെ വരും. മുള പൊട്ടി ഇന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഒരു 6-7 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും അത് ഓക്കെയാണ്. എന്നിട്ട് നമ്മളെടുത്ത് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവെക്കുക. ഒത്തിരി നനയ്ക്കാതെ വല്ലപ്പോഴൊക്കെ ഇച്ചിരി വെള്ളം നനച്ച് ഒന്ന് സാധാരണ നനയ്ക്കുന്ന പോലെ നനയ്ക്കി എടുക്കുക. ഒരു 10-15-16 ദിവസം വരുമ്പോഴത്തേക്കും നന്നായിട്ട് അപ്പോൾ അത് പൊങ്ങി വരും. അതിനകത്ത് മുട്ട ഉണ്ടാകും. അതിനകത്ത് ഇതുപോലെ പൂവ് ഉണ്ടാകും. അതായത് അമ്മണിയാൻറ്റി പറഞ്ഞതുപോലെ 20 ദിവസത്തിനകത്ത് ആ റോസ നന്നായിട്ട് കായ്ച്ച് നന്നായിട്ട് പൂക്കളുണ്ടാകും. ഞാനത് അല്ലാതെ കൊണ്ടുപോയിട്ട് നട്ട് പിറ്റത്തേക്ക് നട്ട് കുത്തി വെച്ചിട്ടുണ്ട്. അടുത്ത് എല്ലാം നിറച്ച് പൂക്കളുണ്ട്. അതിങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചട്ടിക്കകത്ത് ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ചത്. അപ്പോൾ ഇത് പരീക്ഷിക്കുക. നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഇങ്ങനെ റോസ വസന്തമായിരിക്കും. അമ്മണിയാൻ്റെ വീട്ടിലേക്ക് അയ്യോ എനിക്കറിയത്തില്ല, അതുപോലെ എന്ത് പൂവാന്നൊരു ഭയങ്കര പൂവാ, ഇഷ്ടംപോലെ പൂക്കൾ. അപ്പം ഇത് അമ്മണേൻ്റെ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ചവിട്ടിക്കിട്ട് മണ്ണ് വന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ തഴച്ച് വളർന്നിട്ട് കുറ്റി പോലെ വളർന്നിട്ട് ധാരാളം പൂക്കൾ ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ വീട്ടിലും ഇത് പരീക്ഷിക്കുക.
എങ്ങും പോട്ട കാര്യമില്ല. നമ്മൾ ഈ റോസയുടെ ഒരു ചട്ടിക്കത്തൊക്കെ മേടിക്കാൻ 200, 300, 500 രൂപയൊക്കെ വിലയാണ്. പക്ഷേ ഇതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നും പൂക്കളാണ്. എല്ലാവരുടെയും ട്രാവൽ വിത്ത് സുനുവിനെ കേൾക്കുന്ന ശ്രവിക്കുന്ന എല്ലാവരുടെയും വീടുകളിൽ റോസാപ്പൂക്കളുടെ വസന്തം ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കട്ടെ. നിങ്ങൾക്കത് നമ്മുടെ ഫ്ലവേഴ്സിനായിട്ടാണെങ്കിലും ഡൈനിങ് ടേബിളായിട്ടാണെങ്കിലും പിന്നെ തിരുഹൃദയത്തിന് മുന്നിലാണെങ്കിലും നമ്മുടെ ഭഗവാന്റെ മുന്നിലൊക്കെ ആണെങ്കിലും നമുക്ക് ഈ പൂക്കൾ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. എങ്ങും കട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ എന്ത് സന്തോഷം, നമ്മുടെ മനസ്സിന് തന്നെ എന്ത് കുളിർമയല്ലേ, ഭയങ്കര ആഹ്ലാദം നൽകും, നല്ല സന്തോഷം നൽകും. നമുക്ക് വാച്യമായ ഒരു അനുഭൂതിയാണ് ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴേക്ക്. അപ്പോൾ ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്ര ഇന്ന് അമ്മണിയാൻ്റിയുടെ പൂന്തോട്ടത്തിൽ ഈ വളർന്ന പോലെയുള്ള റോസപ്പൂക്കൾ നമ്മുടെ തൊടിയിൽ എങ്ങനെ വളർത്താമെന്നുള്ള കാര്യമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചത്. തീർച്ചയായിട്ടും എല്ലാവരും പരീക്ഷണം, എല്ലാവരുടെയും വീട്ടിൽ റോസപ്പൂക്കൾ ഉണ്ടാകണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. പ്ലീസ് എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു കഥയുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു അനുഭവമായിട്ട് ഞാൻ വീണ്ടും നാളെ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ പക്ഷേ നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.